ചക്കയൊക്കെ കണ്ടിച്ച് കഴിയുമ്പോഴത്തേന് കത്തിയിലൊക്കെ ഭയങ്കര കറയായിരിക്കും അല്ലേ. അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് ഇതുപോലെ ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ കറയൊക്കെ ചില ചക്കയ്ക്കൊക്കെ ഭയങ്കര കറയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കറ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പറോ പഴയ തുണിയോ അതുണ്ടെങ്കിൽ ഇത് അതിനകത്തോട്ടൊന്ന് തുടച്ചു കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് അതിൻ്റെ കറയെല്ലാം പോകും. കണ്ടോ. അപ്പോൾ എത്ര ചക്കയുണ്ടെങ്കിലും നമുക്ക് പ്രയാസമില്ലാതെ മുറിച്ചെടുക്കാം. കാരണം കറ ഉണ്ടായാലും നമുക്ക് കളയാം എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് നമുക്ക് ഒരു മടിയും കൂടാതെ നമുക്ക് എത്ര ചക്ക വേണേലും ഇതേപോലെ മുറിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറ സ്റ്റീൽ കത്തിയാണേലും എല്ലാം കറ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. പേപ്പറിനകത്തോട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി, ചൂടോടെ തന്നെ കേട്ടോ. കണ്ടോ, എല്ലാ കറയും പോയിട്ട് കത്തി രണ്ടും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റീൽ കത്തിയും ഇരുമ്പിൻ്റെ കത്തിയാണ് ഞാൻ കാണിക്കുന്നത്. അടുത്തതായിട്ട് നമ്മളിതുപോലെ കുക്കറിനകത്ത് കറിയൊക്കെ വെച്ചാൽ, കുക്കറിനകത്തുനിന്നല്ല ഫ്രൈ പാനിലാണേലും നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ സിങ്കിനകത്തോട്ടിടുമല്ലോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ബാക്കി പാത്രങ്ങളും കൂടെ നമുക്ക് എണ്ണമയമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും കഴുകാൻ. അപ്പോൾ അതിനകത്ത് നമ്മളിതുപോലെ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ആ എണ്ണയും അരപ്പും എല്ലാം ഒന്ന് തുടച്ചെടുക്കുക. ഉണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ സിങ്കിൽ കിടക്കുന്ന പാത്രം എത്ര ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്തൊന്നും എണ്ണമയോ ഒന്നും പിടിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും. കണ്ടോ. അപ്പോൾ ഇതുപോലെ കഴുകിയെടുക്കാം ക്ലീനായിട്ട്. ഇനി നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി.